Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രൊപ്പോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. നമുക്ക് അടുത്ത നോക്കാം. വിച്ച് among the following was a magazine started by മഹാത്മാഗാന്ധി in സൗത്ത് ആഫ്രിക്ക? ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുക, കാരണം ഇതൊക്കെ മഹാത്മാഗാന്ധിയുടെ എഴുത്തുകൾ തന്നെയാണ്. ഇവിടെ യങ് ഇന്ത്യൻ്റെ, ഹരിജൻ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹിന്ദ് സ്വരാജ്. ഇവിടെ ആഫ്രിക്കയിൽ തുടങ്ങിയ മാഗസിൻ ഏതാണെന്ന് ചോദിച്ചാൽ യങ് ഇന്ത്യ തന്നെയാണ്. പിന്നെ ഹരിജൻ ഇന്ത്യയിൽ തുടങ്ങിയ മാഗസിനാണ്. ഇന്ത്യൻ ഒപ്പീനിയൻ ഇന്ത്യയിൽ തുടങ്ങിയ ഒരു ന്യൂസ് പേപ്പറാണ് ഗാന്ധിജി. ഹിന്ദ് സ്വരാജ് നമുക്കറിയുന്ന ഗാന്ധിജിന്റെ പുസ്തകമാണ്. ചെറിയൊരു കൺഫ്യൂഷൻ, കാരണം എല്ലാം ഗാന്ധിന്റെ ആവുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. പക്ഷെ ഇവിടെ ആൻസർ യങ് ഇന്ത്യയാണ്. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. വൺ ഈസ് ലേബിൾഡ് ആസ് അസേർഷൻ ആൻഡ് ദ അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ. പിന്നെയും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. അസേർഷൻ: 5 principles of peaceful coexistence known as Panchsheel, which is one of the fundamental principles of Indian foreign policy. ഓക്കെ, ശരി തന്നെയാണ്. 1954 ചൈനയുമായിട്ട് നമ്മൾ മുന്നോട്ട് വെച്ച ഒരു പോളിസിയാണ് പഞ്ചശീൽ എന്ന് വെച്ചാൽ. സോ അസെഷൻ 1 എന്തായാലും ശരിയാണ്. നമുക്ക് റീസൺ നോക്കാം. പ്രൊവൈഡിങ് ഈക്വൽ സ്പേസ് ഈസ് വൺ ഓഫ് ദ 5 പ്രിൻസിപ്പിൾസ് ഓഫ് പഞ്ചശീൽ. സോ പേര് പറയുന്ന പോലെ തന്നെ പഞ്ചശീൽ അല്ലെ 5 പോളിസീസ് ആണ് എടുത്തിരിക്കുന്നത്. സോ 5 ഗോൾസ് ഉണ്ട്. സോ ഇവിടെ വൺ ഓഫ് ദ ഗോൾസ് ഈക്വൽ സ്പേസസ് ആണ്. ഈക്വൽ ബേസിസ് ചൈനയുമായിട്ട് ഈക്വൽ സ്പേസ് എന്നൊരു പോളിസി നമ്മൾ കൊണ്ടുവന്നിരുന്നു. സോ റീസൺ 2 കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ അസേർഷൻ എയിൻ്റെ റീസൺ ആണോ 6 എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റീസൺ ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരിക്കലും അത് കറക്റ്റ് ഒരു എക്സ്പ്ലനേഷനും അല്ല. സോ ഇവിടെ ഓപ്ഷൻ 2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫൈൻഡ് മെൻഷൻ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? സോ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് മെൻഷൻ ചെയ്യുന്നത്? പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കമ്മിറ്റഡ് ടു ജസ്റ്റിസ് ഈക്വാലിറ്റി ആൻഡ് ലിബർട്ടി ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഡെഫിനിഷൻ നമ്മൾക്ക് അറിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സോ ഇതിൽ നിന്ന് നമുക്കൊരു ലോജിക്ക് വെച്ച് നോക്കാം. ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, യെസ്, അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡിഗ്നിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സംശയമുള്ള കാര്യം, നമുക്കത് മാറ്റിവെക്കാം. ഫ്രറ്റേണിറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. സോ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് മെൻഷൻ ചെയ്യാത്തത് ഡിഗ്നിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഗ്നിറ്റി ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്യുന്നില്ല. സോ ആൻസർ 2 ആണ് നമ്മുടെ ഇവിടെ വരുന്നത്. അടുത്ത ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ വിത്ത് റിഗാർഡ്സ് ടു ഇറ്റ്സ് ഇയർ ഓഫ് ഫോർമേഷൻ. സോ താഴെ തന്നിരിക്കുന്ന ഓർഗനൈസേഷന്റെ ഇയർ ഓഫ് ഫോർമേഷൻ അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം ഈ ഓർഗനൈസേഷൻ എന്നൊക്കെയാണ് വന്നത് എന്നുള്ളത്. ASEAN 1967, UN 1945, സാർക്ക് 1985, യൂറോപ്യൻ യൂണിയൻ 1951, നാം 1961. സോ അങ്ങനെ വരുന്ന സമയത്ത് ബി, ഡി, ഇ, എ, സി ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. പക്ഷെ ഇവിടെ ഓപ്ഷൻസിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടില്ല. ബി, ഡി, എ, സി ആണ് ശരിക്കും ആൻസർ. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ASEAN summit was held in which city or country? ഫസ്റ്റ് ASEAN ഇപ്പം 1967 ASEAN ഫോം ചെയ്തത്. ഫസ്റ്റ് ASEAN സമ്മിറ്റ് നടക്കുന്നത് 1976. അത് ബാലിയിലാണ് നടക്കുന്നത്. സോ എല്ലാ ഓർഗനൈസേഷൻ്റെയും വേൾഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സോ എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ബാലിയാണ് ഇവിടെ ആൻസർ വരുന്നത്. അക്കോർഡിംഗ് ടു പ്ലേറ്റോസ് തിയറീസ് ഓഫ് മെൻ ആൻഡ് മെറ്റൽ റൂളേഴ്സ് ഹാവ്. സോ പ്ലേറ്റോന്റെ മെൻ ആൻഡ് മെറ്റൽ തിയറീസിൽ 3
ഓരോ ഘടകമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സോൾജേഴ്സ് ആണെങ്കിൽ സിൽവറും, നേരെ മറിച്ച് ഫാമേഴ്സ് ഓർ ക്രാഫ്റ്റ്സ്മാൻ ആണെങ്കിൽ അവർക്ക് ബ്രോൺസും ആണ്. നേരെ മറിച്ച് റൂളേഴ്സ് ആണെങ്കിൽ അവർ ഗോൾഡും ആയിട്ടാണ് അദ്ദേഹം തരം തിരിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ 3 ഗോൾഡ് ആണ്. 86. Which of the following regional parties does not have a regional ethnic character? റീജിയണൽ എത്നിക് ക്യാരക്ടർ ഇല്ലാത്ത റീജിയണൽ പാർട്ടീസ് ഏതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. TDP ഇൻ ആന്ധ്രാപ്രദേശ് റീജിയണൽ എത്നിക് ക്യാരക്ടർ ഉണ്ട്. AGP ഇൻ ആസാം, അതും റീജിയണൽ എത്നിക് ക്യാരക്ടർ അങ്ങനെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. DMK പെരിയാറിന്റെ അങ്ങനെ വന്നതാണ്. അതിനും റീജിയണൽ എത്നിക് ക്യാരക്ടർ ഉണ്ട്. ഇവിടെ പുറത്തോട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ റീജിയണൽ എത്നിക് ക്യാരക്ടർ ഇല്ലാതെ വന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ AAP ആണ്. ആം ആദ്മി പാർട്ടി ഇൻ ഡൽഹിയാണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് ലൊക്കേറ്റഡ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇവിടെ ദ ഹേഗ് ആണ് ഇവിടെ ഉത്തരം വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അങ്ങനെയാണെങ്കിൽ. ഓക്കെ. South Asian University jointly established by 8 SAARC members JTCS Act. ഓക്കെ. നമ്മളിപ്പം CUET പ്രിപ്പറേഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി നോക്കുന്നവരുണ്ടാവും. സോ അങ്ങനെ നോക്കുന്നവർക്കാണ് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ലിസ്റ്റ് 1 and 2 ആണ്. നമുക്ക് നോക്കാം. ജൂറിസ്ഡിക്ഷണൽ റിട്സ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം എന്തായാലും. ഹേബിയസ് കോർപ്പസ് ക്യാൻ ബി മാച്ച്ഡ് വിത്ത് ടു ഹാവ് എ ബോഡി. ഓക്കെ. മണ്ടാമസ് കമാൻഡ്. ഓക്കെ. സെർട്ടിയോറി കോസ് ദ ഓർഡർ ഓർ ഡിസിഷൻ ഓഫ് ട്രിബ്യൂണൽ. ഓക്കെ. ക്വാ വാറന്റോ എൻക്വയറിംഗ് ഇൻ ടു ലീഗാലിറ്റി ഓഫ് ദ ക്ലെയിം ടു എ പബ്ലിക് ഓഫീസ്. സോ അങ്ങനെ വരികയാണെങ്കിൽ A3, B2, C4. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. നമുക്ക് ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ പറയാൻ പോകുന്നത്.